നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഗോളടിച്ചു കൂട്ടാനും അതുവഴി മനം കവരാനും മാത്രമല്ല, കിരീടങ്ങൾ കൊണ്ടുപോകാനും കിലിയൻ എംബാപ്പെ മിടുമിടുക്കനാണ്. ഇന്നലെ മൊണാക്കോ തോറ്റതോടുകൂടി ലീഗ് വണ്ണിൽ PSG കിരീടം ഉറപ്പിച്ചു. ഈ കിരീട നേട്ടത്തിൽ കിലിയൻ എംബാപ്പയ്ക്കുള്ള പങ്ക് വളരെ വലുതാണ്. അദ്ദേഹമാണ് അവിടുത്തെ ടോപ്പ് സ്കോറർ. അദ്ദേഹത്തെ മുന്നിൽ നിർത്തി തന്നെയാണ് തന്ത്രങ്ങളൊക്കെയും വരുന്നതും. അങ്ങനെ എംബാപ്പെ ഒരിക്കൽ കൂടി ലീഗ് വണ്ണിൽ കിരീടം ചൂടുമ്പോൾ 25-കാരനായ താരത്തിൻ്റെ ട്രോഫി ക്യാബിനറ്റിൽ 17 കിരീടങ്ങളായി കഴിഞ്ഞു എന്നത് ഓർക്കുക. പല മഹാരഥന്മാരായ താരങ്ങളും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന വേൾഡ് കപ്പ് കിരീടം, അല്ലെങ്കിൽ പല മഹാരഥന്മാരായ സൂപ്പർ താരങ്ങളായ താരങ്ങളും കരിയറിൽ പലവട്ടം ശ്രമിച്ച അവസാനം അച്ചീവ് ചെയ്ത വേൾഡ് കപ്പ് കിരീടമൊക്കെ കുഞ്ഞുനാളിലെ സ്വന്തമാക്കിയ ആളാണ് കിലിയൻ എംബാപ്പെ. ആ എംബാപ്പയ്ക്ക് ഇനി മിസ്സിംഗ് ആയിട്ടുള്ളത് ഒരു ട്രോഫിയാണ്, പ്രധാന ട്രോഫി. അതെല്ലാവർക്കും അറിയാമല്ലോ, യുവേഫ ചാമ്പ്യൻസ് ലീഗ്. അത് ഇത്തവണ മുത്തമിടാൻ പറ്റുമോ? അതല്ല, അടുത്ത തവണ റയലിലേക്ക് എന്നാണല്ലോ എല്ലാവരും പറയുന്നത്. അടുത്ത തവണ മുത്തമിടുമോ? ഓൺലി ആ ഒരു ടൈം മാത്രമേ പ്രശ്നമുള്ളൂ. അധികം വൈകാതെ അദ്ദേഹം അതിലേക്കും എത്തും എന്ന കാര്യം ഉറപ്പാണ്. ഇപ്പോൾ ഇന്നലത്തെ നേട്ടം അദ്ദേഹത്തിൻ്റെ 7ാമത്തെ ലീഗ് വൺ കിരീടമാണ്. 7 തവണ ലീഗ് വണ്ണിൽ അദ്ദേഹം മുത്തമിട്ട് കഴിഞ്ഞു. ഫ്രഞ്ച് കപ്പിൽ 3 തവണ മുത്തമിട്ട് കഴിഞ്ഞു. ഫ്രഞ്ച് സൂപ്പർ കപ്പ് 3 തവണ നേടി. ഫ്രഞ്ച് ലീഗ് കപ്പ് 2 തവണ നേടി. ഇതൊക്കെ ക്ലബിനൊപ്പമുള്ള നേട്ടങ്ങളാണെങ്കിൽ അന്താരാഷ്ട്ര ഫുട്ബോളിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ 2 കിരീടങ്ങളുണ്ട്. 2018 വേൾഡ് കപ്പ് കിരീടം, 2022 അദ്ദേഹം ഒന്ന് ശ്രമിച്ചു, ഫൈനലിൽ ഹാട്രിക് അടക്കം അടിച്ചു, മിന്നിത്തിളങ്ങി. പക്ഷേ പെനാൽറ്റി ഷൂട്ടൗട്ടിൻ്റെ നിർഭാഗ്യങ്ങളുടെ ആ ഒരു കളിയിൽ ഫ്രാൻസ് വീണുപോയി. ദെൻ നേഷൻസ് ലീഗിൽ കിരീടം ചൂടി. അങ്ങനെ 17 കിരീടങ്ങൾ 25-കാരൻ്റെ ട്രോഫി ക്യാബിനറ്റിൽ ഇപ്പോഴേ ഉണ്ട്. ഇനി എത്ര കിരീടങ്ങൾ അങ്ങോട്ടേക്ക് ചേരും? കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.